ഹലോ ഗൈസ്, അപ്പം ഐ ഹാവ് ടേക്കൻ സം ഓഫ് ദ റാൻഡം വീഡിയോസ് ഓഫ് ടുഡേ. അപ്പോൾ അതെല്ലാം കൂടെ കുറച്ചൊരു വീഡിയോ ആയാലോ. ഇന്ന് നല്ല ഫോഗ് ഡേ ആണ് കേട്ടോ. ഇന്ന് നല്ല കുറച്ച് 2-3 ദിവസമായിട്ട് ഫോഗ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിവിടുത്തെ ഒരു തുടക്കം മാത്രമാണ്. ഇനി ജനുവരി ഫെബ്രുവരി ഒക്കെ ഇത് തന്നെ ആയിരിക്കും. ഇതിപ്പം രാവിലെ കുറച്ച് നേരത്തേക്ക് കാണത്തുള്ളെങ്കിൽ ഇനി അങ്ങോട്ട് ഫുൾ ഡേ ഇതൊക്കെ തന്നെയായിരിക്കും. ഉച്ചയ്ക്ക് 2 മണിക്കും ഈ ഫോഗിലായിരിക്കും നമ്മളിങ്ങനെ. അപ്പം വൈകിക്ക് സ്കൂൾ ടൈം ഒക്കെ മാറി അവർക്കിപ്പം 10 മണിക്കായിട്ടുണ്ട് സ്കൂൾ. നേരത്തെ 6:30 പോയിക്കൊണ്ടിരുന്ന കൊച്ച് ഇപ്പം 9:30 ബസ്സിനാണ് കേട്ടോ പോകുന്നത്. അപ്പം ഒരു ഹോട്ട് ഗ്ലാസ് ഓഫ് വാട്ടർ കുടിച്ചിട്ട് രാവിലെ അങ്ങ് തുടങ്ങിയാലോ. അതൊക്കെ കുടിച്ചാലല്ലേ ഈ ശരീരത്തിന് ഒരു ഊർജ്ജം കിട്ടും. അങ്ങനെ ഇവളെ കുത്തിപ്പൊക്കി ഉണർത്തി ഫ്രഷ് ആക്കി കൊണ്ടുപോകാണ്. കണ്ണൊക്കെ നല്ല വീങ്ങിയിരിപ്പുണ്ട്. അവൾക്ക് ഈ ക്ലൈമറ്റ് അത്ര ശരിയായി. ചൂട് വലിയ തണുപ്പൊന്നും വൈകിക്ക് അത്ര ശരിയത്തില്ല. കാരണം അവളുടെ സ്കിൻ അങ്ങനെയാണ് കേട്ടോ. അവളുടെ സ്കിൻ ജനിച്ചപ്പോൾ തൊട്ടേ ഭയങ്കര സെൻസിറ്റീവ് ക്യാരക്ടർ അല്ല, സെൻസിറ്റീവ് സ്കിൻ. അപ്പോൾ അങ്ങനെ ഭയങ്കര വിഷയമാണ്. പക്ഷെ അത് ഉച്ചയോടെ അടുക്കുമ്പോഴത്തേക്ക് അവൾക്ക് സെറ്റ് ആയിക്കോളും കേട്ടോ. ആ റെഡ്നെസ് ഒക്കെ മാറി അവളുടെ സ്കിൻ. അപ്പോൾ അങ്ങനെ വൈകിട്ട് ബസ് വരാനായിട്ട് ഇപ്പോൾ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ബസ് വരുന്നത് ദൂരേക്ക് ആ ലൈറ്റ് മാത്രമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. എന്നാലും പക്ഷെ അത് ബസ്സല്ല കേട്ടോ, ട്രക്കാണ്. ബസ്സും വൈകിക്ക് കൊടുത്തേക്കുന്നത് ബസ്സാണ്. പക്ഷെ നമുക്ക് ഏത് വണ്ടിയിൽ വേണമെങ്കിലും അവരെ കയറ്റിവിടാം. രാവിലെ ഒരുപാട് ബസ് കാണും അവരുടെ സ്കൂളിലോട്ട്. അപ്പോൾ ഏതിൽ വേണമെങ്കിലും കയറ്റിവിടാം. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ട്രക്കാണ് കിട്ടിയത്. അങ്ങനെ ട്രക്കിൽ കയറ്റി വിട്ടു. കുഴപ്പമില്ല. തണുപ്പത്ത് ഞാൻ വലിയ ട്രക്ക് പ്രിഫർ ചെയ്തില്ല. കാരണം കുറച്ച് കാറ്റൊക്കെ അടിച്ച് കയറത്തില്ലേ. പക്ഷെ അവരിപ്പോൾ എന്തായാലും കൊണ്ടുവന്ന ട്രക്ക് നന്നായിട്ട് മൂടി അവർ നല്ല പ്രൊട്ടക്ഷനോട് കൂടിയാണ് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് വിച്ചു കുത്തിപ്പൊക്കി എന്നെ നടക്കാൻ കൊണ്ടുപോയി. വിച്ചു 8 ദിവസത്തെ ഒരു ലീവിലാണ്. ഈ വർഷത്തെ 8 ദിവസത്തെ ലീവ് ബാക്കിയുണ്ട്. അപ്പോൾ ഷോൾഡർ പെയിൻ കാരണം 1 മാസം കൊണ്ട് വേദന കൊണ്ട് പൊളയാണ് പുള്ളിക്കാരൻ. അപ്പോൾ അതുകൊണ്ട് ആ ലീവ് അങ്ങ് എടുത്തു. ഇവിടുത്തെ ചെടിയെല്ലാം കണ്ടോ, ചെടിയെല്ലാം മരം എനിക്കൊന്നും എല്ലാം നശിച്ചു പോയ മരങ്ങളായിരിക്കും വെട്ടി. അത് മൊത്തം കാടായിരുന്ന സ്ഥലമായിരുന്നു കേട്ടോ, ആ ഏരിയ മൊത്തം. ഇപ്പം അവിടെ എന്തോ പരിപാടിയുണ്ട്. അവരെന്തോ പുതിയ സാധനം എന്തോ വരാൻ പോകുന്നുണ്ടായിരിക്കാം. എന്നിട്ട് ഇതുണ്ടോ, ഈ ബഗ്ഗിന്നാണോ എന്തോ, ബഗ്ഗിയോ അങ്ങനെ എന്തോ അല്ലേ ഇത് വണ്ടിക്ക് പറയുന്നത്. അപ്പോൾ ഇത് ക്യാൻഡ് ഫുള്ളും ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൽ കയറി പോകാൻ പറ്റും. പിന്നെ അങ്ങനെ രാവിലെ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് തുടങ്ങാം. ചായ ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇടണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നു. ഇടയ്ക്ക് വെച്ച് എനിക്ക് ചായ കൂടി ഇല്ലായിരുന്നു. പിന്നെ തുടങ്ങിയിട്ടുണ്ട് ചായ. ശരീരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വെള്ളം കുടിച്ചാൽ നമ്മളിങ്ങനെ വീർത്ത് മറ്റേ ബലൂൺ പോലെ ആവുന്ന ടൈപ്പ്. അങ്ങനെയുള്ള ഞാനൊരു ഫുഡിയും കൂടെ. അപ്പോൾ ഫുഡ് കഴിച്ച് വീർത്തിരിക്കുന്നത്. പിന്നെ മധുരവും ചായയും ചോക്ലേറ്റും ഒക്കെ ആകുമ്പോൾ എൻ്റെ ജീവിതം ഇങ്ങനെ ബലൂൺ പോലെ ആയി പോവുകയാണ്. പക്ഷെ അതൊക്കെ മാറ്റണം എന്നുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ലെന്നേ. മോട്ടിവേഷൻ ആകെ തരുന്നത് കിട്ടിയാണ്. വരും, മോട്ടിവേഷനൊക്കെ വരും. അതൊക്കെ കഴിഞ്ഞ് ഇത് വൈകി സ്കൂളിൽ നിന്നൊക്കെ വന്ന് വൈകുന്നേരം ഞങ്ങൾ നടക്കാനൊക്കെ പോയി. ഇടയ്ക്കൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ വിചാരിച്ചായിരുന്നു ഫുൾ വീഡിയോ എടുക്കണം. എന്നിട്ട് ഞങ്ങൾ വൈകിട്ട് നടക്കാൻ പോയി. അവിടുത്തെ പാർക്കാണ് കേട്ടോ. പാർക്കിലെ ചെടിയെല്ലാം ഒരുമാതിരി വാടി തളർന്ന് നിൽക്കുകയാണ്. തണുപ്പായ പതുക്കെ ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൈറ്റ്സ് ഒക്കെ ഓണായി പാർക്കിൽ. അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് നല്ല അടിപൊളി വൈബാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് എൻജോയ് ചെയ്യണ്ടേ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്തു. ശരീരമൊക്കെ ഒന്ന് ഓടട്ടെ. അത് കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള വെമ്പലിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. അതിൻ്റെ വെമ്പൽ കണ്ടുകൊണ്ടായിരിക്കും ബിച്ചു ഞങ്ങൾക്ക് കുറേ ഫോട്ടോ എടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നമ്മൾ എന്നും മിക്കവാറും ഉള്ള ദിവസങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഒരു സീരീസോ ഫിലിമോ കണ്ടിട്ടേ കിടക്കാം. ഇന്ന് നമ്മൾ ചൂസ് ചെയ്ത പടം വേറൊന്നും അല്ല, വൈകിട്ട് കൂടി ഇന്ന് കാണാൻ പറ്റിയ മഡഗാസ്കറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ മൂവീസൊക്കെ. അത് മഡഗാസ്കർ കണ്ട് വൈബ് ചെയ്തു. അവിടെ നിന്ന് വൈബ് ചെയ്യുന്ന ഒരാളെ കണ്ടില്ല. ഓക്കെ, ബൈ.